ഹോങ്കോങ്ങിൽ സംഘടിപ്പിച്ച സൗഹൃദ മത്സരത്തിന് 10,000 മുടക്കി ടിക്കറ്റ് എടുത്തവരെ നിരാശപ്പെടുത്തി ലയണൽ മെസ്സി കളിക്കാതിരുന്നത് അമേരിക്ക ചൈന രാഷ്ട്രീയ പോരിന്റെ തുടർച്ചയെന്ന റിപ്പോർട്ടുകൾ. ഹോങ്കോങ്ങിന് തൊട്ടു പിന്നാലെ ജപ്പാനിൽ ഇന്റർ മയാമി പങ്കെടുത്ത പ്രദർശന മത്സരത്തിൽ താരം 30 മിനിറ്റ് കളിച്ചതോടെയാണ് ആരാധകരും അധികൃതരും ഒരുപോലെ പുതിയ ആരോപണവുമായി എത്തിയത്. അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി ചൈനയുടെ കീഴിലുള്ള ഹോങ്കോങ്ങിൽ കളിച്ചപ്പോൾ താരത്തെ ഇറക്കാതെ പ്രതികാരം വീട്ടുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. ചൈനയിലെ ഔദ്യോഗിക പത്രമായ ഗ്ലോബൽ ടൈംസിൽ വന്ന എഡിറ്റോറിയലിൽ കായികത്തിനപ്പുറമാണ് നടപടിയെന്ന് കുറ്റപ്പെടുത്തി. വിമർശനം കടുത്തതോടെ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയ സംഘാടകരായ ടാഡ്ലർ ഏഷ്യ ഇന്റർ മയാമി നേരിട്ട് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കരാർ പ്രകാരം 45 മിനിറ്റ് മെസ്സി കളിക്കേണ്ടതായിരുന്നുവെന്നും ബുധനാഴ്ച ജപ്പാനിൽ താരം ഇറങ്ങുക കൂടി ചെയ്തതോടെ മുഖത്തടിക്കുന്നതായെന്നും അവർ പറഞ്ഞു. ഔദ്യോഗിക ചാനലുകൾ വഴി ടിക്കറ്റ് എടുത്തവർക്ക് 50% റീഫണ്ടും ടാഡ്ലർ ഏഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 500,000 രൂപയിലേറെയായിരുന്നു ഒരു ടിക്കറ്റിന്റെ നിരക്ക്. യുഎസുമായി കടുത്ത നയതന്ത്ര പോര് നിലനിൽക്കുന്നതിനിടെയാണ് മെസ്സിയുടെ ടീം ഹോങ്കോങ്ങിലും ജപ്പാനിലും മത്സരത്തിനെത്തുന്നതും മെസ്സി ഒന്നിൽ മാത്രം കളിക്കാതിരിക്കുന്നതും. പരിക്ക് മൂലമാണെന്നായിരുന്നു വിശദീകരണം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.